ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ജന്മത്തിലെ വിധി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഏത് തരത്തിൽ ജീവിക്കാനാണ് നിങ്ങൾക്ക് ഈ ജന്മം വിധിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ് എന്നുള്ളതാണ് ഈ റീഡിങ്ങിലൂടെ നമ്മൾ നോക്കുന്നത്. നേരത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ കറണ്ട് ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസും ഗൈഡ് ലൈൻസും മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ ജന്മം ഏത് തരത്തിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഈ ജന്മത്തിൽ ഏത് തരത്തിലുള്ള ഒരു ജീവിതമാണ് ഗ്രൂപ്പ് 1ലെ കളക്റ്റീവിന് വിധിച്ചിട്ടുള്ളത്? നമുക്ക് 10 ഓഫ് വാൻഡ്സ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ജന്മം നിങ്ങൾ ഒരുപാട് റിലീസിങ് ചെയ്യുന്ന ഒരു ജന്മം കൂടിയാണ്. ഓക്കെ, ഒരുപാട് ചിലപ്പോൾ കുറേ ജന്മങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള പാറ്റേൺസ് ഒക്കെ നിങ്ങൾ ഈ ജന്മത്തിലാണ് അത് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു ജീവിതമായിരിക്കുമെന്ന് കാണുന്നുണ്ട്. പലപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒരുപാട് അതെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ശ്രദ്ധ അത്രമേൽ വേണ്ടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട അങ്ങനത്തെ ഒരു ജീവിതമാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ ഒരു എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട്, എല്ലാവർക്കും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടുള്ള അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ എനർജി ആ തരത്തിലായിരിക്കും. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, കാരണം ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചാലഞ്ചസ് കടന്നു വരുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വളരെയധികം മനസ്സിനൊരു ധൈര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ജന്മം കൂടുതലായിരിക്കും. ഓക്കെ, സോളിറ്റ്യൂഡ് നിങ്ങൾക്ക് അതായത് കൂടുതൽ സമയം ഈ ജന്മത്തിൽ കൂടുതൽ സമയം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കുക എന്ന് കാണുന്നു. പിന്നെ ആ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾക്ക് നിങ്ങളിൽ ചിലർക്ക് ഓൾറെഡി സോളിറ്റ്യൂഡ് വളരെ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. സ്വാഭാവികമായിട്ട് അതിനോട് ഒരു താല്പര്യമുള്ള ഒരാളായിരിക്കും. ഒരുപാട് സുഹൃത്തുക്കളൊന്നും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല. അല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം, പക്ഷെ ജീവിതത്തിന്റെ പല അവസരങ്ങളായിട്ട് ഇവരൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുകയും നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ഒരു അവസ്ഥ കൂടുതലായിട്ട് വരാനും സാധ്യത കാണുന്നുണ്ട്. അതെന്താ വെച്ചാൽ നിങ്ങൾ ആ ഹെർമിറ്റ് മോഡിലായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിവ് കിട്ടുന്നതിനും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതിനും, അങ്ങനെ ഈ ഒരു പ്രപഞ്ചത്തിന്റെ രീതികൾ, പ്രപഞ്ചം എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഒരു എന്താ പറയുക, സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ, ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നതിന് നിങ്ങളെ ഈ സോളിറ്റ്യൂഡ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പോകേണ്ട ഒരു ജീവിതമാണ് നിങ്ങളുടെ. ഓക്കെ, അതിനെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ജന്മം നിങ്ങളുടെ ഒരു പർപ്പസ് അതാണ്. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് സ്പിരിച്വലി വളരെയധികം അവേക്കൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് കാണുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവും. അതിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഈ അധികം സുഹൃത്തുക്കൾ ഇല്ലാതിരിക്കുന്നതും നിങ്ങൾ കൂടുതൽ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നതും ഒക്കെ. ഓക്കെ,
ഏഹ് അതുപോലെ തന്നെ എന്താ പറയാ, അങ്ങനെ നിങ്ങൾ ഒരു ഒറ്റയ്ക്ക് ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നേടുകയും, ആ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തില് പുതിയ അവസരങ്ങൾ ആ അറിവ് നേടുന്നതിലൂടെ, ആ അറിവുമായിട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിതത്തിൽ കൂടുതൽ വളർച്ച, കൂടുതൽ പുരോഗതി ഉണ്ടാകുക, കൂടുതൽ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുക. ഓക്കെ. അങ്ങനെ ആ ഒരു ഓരോന്ന് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ സോളിറ്റ്യൂഡിലാകുന്നത് നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു ഫേസ് ഉണ്ട്. സോളിറ്റ്യൂഡ് ഫേസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തില്. അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു ജന്മം അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അത് കൂടുതലുമായിട്ട് ഈ അറിവുകൾ കിട്ടുന്നതിനാണ്. ഓക്കെ. ഈ ഒരു വിസ്ഡം, ഈ ഒരു ജ്ഞാനം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു ആത്മീയതയെക്കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുറെ അറിയുന്നത്. നിങ്ങളുടെ ശരിയായ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നതൊക്കെ ഈ ഒരു സോളിറ്റ്യൂഡ് ഫേസിലാണ്. അങ്ങനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് കിട്ടുന്ന അറിവുകളുമായിട്ട് അത് ഫോളോ ചെയ്ത് അത് ജീവിതത്തില് പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്തോറും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക്, ഒരുപാട് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് വളർച്ച നിങ്ങളെന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ. പിന്നെ ഈ ഒരു ജന്മം നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി ഉള്ളത് വളരെ സ്വസ്ഥത നിറഞ്ഞ, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ഓക്കെ. അതിലേക്ക് നിങ്ങൾ എന്തായാലും എത്തിച്ചേരുന്നതാണ് എന്നും കൂടെ കാണുന്നുണ്ട്. ഈ പറയുന്ന നിങ്ങൾക്ക് ആത്മീയമായി കിട്ടുന്ന ഈ ഒരുപാട് അറിവുകൾ ഭാവിയിൽ നിങ്ങൾക്കത് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന തരത്തിൽ, ഒരുപാട് പേർക്ക് ജീവിതത്തിലെ വഴി കാട്ടി കൊടുക്കുന്നതിന്, അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുള്ള ഘട്ടത്തില് അവരെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും അവരെ എന്താ പറയാ, പുറത്തേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ഈ ജ്ഞാനം നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. ആ അറിവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങക്ക് പുതിയൊരു അവസരങ്ങൾ കിട്ടുകയാണ്. പുതിയ ഒരു എന്താ പറയണ്ടേ, ഉം, ഒരു റോൾ എന്ന് പറയാം നിങ്ങൾക്ക്. ഓക്കെ. അതുവരെ നിങ്ങൾ ചെയ്യാത്ത ഒരു പുതിയൊരു വേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ആം, പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ വളരെ സ്വസ്ഥമായിട്ടുള്ള, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കുക, അത് ആ ഒരു പാറ്റേൺ അവസാനിക്കുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ. നിങ്ങൾ ലൈഫ് ലോങ് ഇതുപോലെ എപ്പോഴും പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരാളായിരിക്കില്ല. ആ ഒരു 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 പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്തിനാ വെച്ചാൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചറിയാൻ സാധിക്കുക. നിങ്ങളിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് ലൈഫിൽ വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു സമയമാണ്. വളരെ സ്വസ്ഥത നിറഞ്ഞ, വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ. ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളതിന്റെ 10-1 100-1 ആണ് നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ. ഓക്കെ. കാരണം അത്രയും നിങ്ങളെ ഈശ്വരൻ, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. ഒരു ഒരു പവർഫുൾ പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഒരു വളരെ ഒരു എന്താ പറയണ്ടേ, സീരിയസ് ആയിട്ടുള്ള ഒരു റോൾ, ഓക്കെ, ഒരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതായിട്ട് കാണുന്നു. കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഒരുപാട് ശരിക്കും ബിഫോർ ആഫ്റ്റർ എന്ന നല്ല നിലയിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണ് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്നും കൂടെ കാണുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയണ്ടേ, നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ നടത്തിയെടുത്ത് അത് അനുഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ യോഗമുള്ള ഒരു ജീവിതമാണ് ഈ ജന്മത്തിലേത്. ഓക്കെ. നിങ്ങളുടെ പല ആഗ്രഹങ്ങൾ, പല സ്വപ്നങ്ങളും നിറവേറുന്ന ഓക്കെ ഒരു കാലമാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിലുള്ളത്. മാത്രമല്ല എന്തൊരു ആഗ്രഹവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഈ ഒരു ജന്മത്തിൽ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ജന്മം നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾ വളരെ എളുപ്പത്തില്, മറ്റുള്ളവർക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യം പോലും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട്
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊരു കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു അങ്ങനെ നിങ്ങൾക്ക് അത്തരത്തിലൊരു കഴിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഈശ്വരൻ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഒരുമാതിരിപ്പെട്ട നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും അനുഭവിച്ച്, അത് വെറുതെ സ്വപ്നമായിട്ട് അവശേഷിക്കില്ല, അതൊക്കെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറി അതൊക്കെ അനുഭവിച്ച് ആണ് നിങ്ങൾ ഈ ജന്മം ജീവിക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ, യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കാനായിട്ട് ഈ ജന്മം സാധിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഈ ജന്മം നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കാൻ ഉള്ള ഡെസ്റ്റിനി, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ നിങ്ങളിപ്പോ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയും. കാരണം ആ മാറി മറിയുന്ന ജീവിത രീതി ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് നിങ്ങൾ എത്തുന്ന ഒരു വളരെ ഫ്രഷ് ന്യൂ ചാപ്റ്റർ ഉണ്ട്. അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി ഉള്ളത്. അവിടേക്ക് എത്തുന്നതിന് വേണ്ടുന്ന ഒരുപാട് എന്താ പറയണ്ടേ എനർജറ്റിക്കൽ പ്യൂരിഫിക്കേഷനും അലൈൻമെന്റും അപ്ഗ്രേഡും ഒക്കെയാണ് നിങ്ങളുടെ ഇപ്പോൾ ജീവിതത്തിൽ ഓരോരോ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയം 11:11 സത്യമാണ് അത്. ഓക്കെ, അത് കൺഫർമേഷൻ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ അലൈൻഡ് ആയിട്ട് യൂണിവേഴ്സുമായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ബന്ധം, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജന്മമാണിത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡെസ്റ്റിനി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മനസ്സിന്റെ തോന്നലുകൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട്, ഓക്കെ, ആ ഒരു ഓവർ തിങ്കിങ് പലപ്പോഴും പലർക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ് എന്ത്, ഓവർ തിങ്കിങ്. ആ ഓവർ തിങ്കിങ് എന്നുള്ള ആ ഒരു ഫാക്ടറിനെ അത് കൺട്രോൾ ചെയ്ത് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന്, അതായത് ആ ഒരു വിജയം നേടുക പറയില്ലേ, അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ ജന്മമുണ്ട്. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, പലരും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നത്. അതിലൊരു കാര്യം തന്നെയാണ് ഈ മനസ്സിന്റെ അനാവശ്യമായ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ നിങ്ങൾക്ക് അത്തരം ചിന്തകളുടെ മേൽ ഒരു വിജയം നേടാൻ സാധിക്കുന്നതായിട്ടും ആ ഒരു വിജയം നേടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു ഉയർച്ച, ഓക്കെ, ഒരു വളർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഒരു എന്താ പറയണ്ടേ, നല്ല രീതിയിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി കുറച്ചൊരു ചാലഞ്ചിങ് പീരീഡ് ഉണ്ട്. അത് മിക്കതും ആ ഒരു എന്താ പറയണ്ടേ, ഒരു കുറച്ചും നിങ്ങൾ ആ ഒരു ഈ ചാലഞ്ചിങ് പീരീഡ് എന്ന് പറയുന്നത് തുടക്കം മുതലേ അനുഭവിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഒരു കുറച്ചൊരു സ്റ്റേജ് എത്തിയതിനു ശേഷമാണ് ഈ ചാലഞ്ചസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് തന്നെ. പക്ഷെ ഈ ഓരോ ചാലഞ്ചും നിങ്ങൾ കടന്നു വരും തോറും നിങ്ങൾക്ക് ആ ഒരു പ്യൂരിഫിക്കേഷനും ഒരു അപ്ഗ്രേഡാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ പറയുന്ന ചാലഞ്ചസ് മാറുകയാണ്. ഓക്കെ, പ്രതീക്ഷ കൈവിടാതിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളിൽ പലരും അത് ഏത് കാലത്ത് നടക്കാനാണ്, എന്ന് നടന്നിട്ട് എന്താ കാര്യം, ഇങ്ങനത്തെ കുറെ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാം ഈ മെസ്സേജസ് കേൾക്കുമ്പോൾ. പക്ഷെ ഒരിക്കലും അത് പാടില്ല. ഓക്കെ, നമ്മുടെ പ്രതീക്ഷ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്നതൊന്നും നിങ്ങളുടെ ലൈഫിൽ വരില്ല. ഓക്കെ, എന്നും ഈ പ്രശ്നങ്ങളിൽ തന്നെ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകും. കാരണം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആകർഷിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി നിങ്ങൾക്കൊരു ബിലീഫ് ഉള്ളത് എന്റെ ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. ആ ബിലീഫ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു, നിങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് ഉണ്ടാവുക, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ പിന്നെ എന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഉടനടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസിലുള്ള തോട്ട് അതാണ്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നല്ലൊരു മെസ്സേജ് വരുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തത്. ഓക്കെ, അത് സാധ്യമല്ല എന്ന് തോന്നുന്നത്. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ ആ ഒരു സബ് കോൺഷ്യസ് ബിലീഫിനെ ഇല്ലാതാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ നിറഞ്ഞ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുത്ത് വളരെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള, വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കാൻ വിധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഡെഫിനറ്റ്ലി കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട്. ഓക്കെ, ആ അറിവുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അത്തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്.
ഇതെല്ലാം ഈ നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട ഒരു രീതി ഉണ്ടല്ലോ, ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനിക്ക് അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇതിലെ ക്ലൂസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്ലൂസ് അതിനെ സ്വീകരിക്കുക. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. അപ്പോൾ നമുക്ക് 2 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്, ട്യൂസ്ഡേ സാറ്റർഡേ, ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും. ഓക്കെ, ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ 2 ദിവസങ്ങൾ പ്രധാനപ്പെട്ടതാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. പിന്നെ നമുക്ക് മൺസൂൺ സീസൺ കിട്ടിയിട്ടുണ്ട്, സമ്മർ സീസൺ കിട്ടിയിട്ടുണ്ട്. ഈ സീസൺസ് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ കിട്ടിയിട്ടുള്ളതാണ് മാർച്ച് മാസവും മെയ് മാസവും. ഓക്കെ, അപ്പോൾ മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഉണ്ട്. സമ്മർ എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ മെയ്, അതിൽ മാർച്ചും മെയ്യും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ മാസങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമാകാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അക്വേറിയസ്, കാപ്രിക്കോൺ, ലിയോ, ടോറസ്, ക്യാൻസർ, ഇതിലേതെങ്കിലും നിങ്ങളുടെ പ്ലേസ്മെന്റ് നിങ്ങൾക്ക് സൺ മൂൺ റൈസിങ് സോഡിയാക് പ്ലേസ്മെന്റ് ഉണ്ടാവും ഈ പറഞ്ഞ സയൻസ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജനന തീയതി എന്ന് പറയുന്നത് 4, 7, 10, 23, ഇതിലേത് വേണമെങ്കിലും ആകാം. അതുപോലെ ഈ പറയുന്ന ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യലോ മിഡിൽ നെയിം ഇനീഷ്യലോ ലാസ്റ്റ് നെയിം ഇനീഷ്യലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത് HCDWOIFT. ഇത്രയുമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രീ റെക്കോർഡഡ് സെഷനോ അല്ലെങ്കിൽ ലൈവ് സെഷനോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓരോ ആഴ്ചയിലും വളരെ ആകർഷകമായിട്ടുള്ള ഓഫേഴ്സും ഡിസ്കൗണ്ട്സും പേഴ്സണൽ ടാറോ റീഡിങ്സിൽ ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അത് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വാട്സപ്പിൽ കണക്ട് ചെയ്തിരിക്കുകയും വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഓഫേഴ്സ് ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കാതെ നിങ്ങൾക്ക് മിസ്സായി പോവില്ല. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു ജന്മത്തിൽ ഏത് തരത്തിലുള്ള ജീവിതമാണ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ജന്മത്തിൽ ഏത് തരത്തിലുള്ള ജീവിതമാണ്, എത്തരത്തിലുള്ള ജീവിതമാണ് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന് വിധിച്ചിട്ടുള്ളത്. ഓക്കെ, okay, clarify the 5 of Wheels. അതായത് പണത്തിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, അതിനൊരു വില കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് എന്താ പറയുക, അങ്ങനത്തെ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഓൾറെഡി അനുഭവിക്കും എന്ന് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണത്തിന്റെ മൂല്യം തിരിച്ചറിയാനാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു മൂല്യം തിരിച്ചറിഞ്ഞ് അതിനത്രയും ഒരു വില കൊടുത്തുകൊണ്ട് ഓക്കെ അതിനെ ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക്
പോകെ പോകെ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്, കാരണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ വലിയൊരു സക്സസ് കാണുന്നുണ്ട്. ഓക്കെ, കാരണം നമുക്ക് ക്യൂൺ ഓഫ് വോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആകാനും, അതുപോലെ വളരെ പ്രധാനപ്പെട്ട പല പരിപാടികളുടെയും ഭാഗമാകാനും, ജോലിയിലൊക്കെ വലിയ ഉയർച്ചയിൽ എത്തുന്നതിനും, ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തുന്നതിനും ഒക്കെ നിങ്ങൾ ഈ ജന്മം നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്, അതിന് വിധിയുണ്ട് എന്ന് കാണുന്നു. പക്ഷെ ആ സമയത്ത് എത്തുമ്പോൾ ഒരുപാട് പണം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ്. അപ്പോ അതിനൊരു വിലയില്ലാതെ, അതിനൊരു എന്താ പറയുക, തോന്നുന്ന പോലെ ചെലവാക്കുന്ന ഒരു ടെൻഡൻസി ഇല്ലാതിരിക്കുന്നതിന്, ഓക്കെ, ആ വരുന്ന പണത്തിനെ കൂടുതൽ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടെ ജീവിച്ച് നിങ്ങൾക്കും ഇനി നിങ്ങളുടെ വരുന്ന തലമുറകൾക്കും വേണ്ടി സമ്പാദിക്കാൻ സാധിക്കുന്നതിനും അത് ചെയ്യാൻ പറ്റണമെങ്കിൽ പണത്തിന്റെ മൂല്യം എന്താണ്, ഓക്കെ, ആ ഒരു കഷ്ടപ്പാട്, പണമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു വളരണം, അതാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്ട്രഗിൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് കാരണം. ഓക്കെ, അപ്പോഴാണ് നിങ്ങളുടെ ഇനിയുള്ള ജനറേഷന്റെ അടുത്തും ഈ പണത്തിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നും അത് എന്താ പറയാ എളുപ്പമായി കിട്ടുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും ഒക്കെ അവരെ അറിയിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോഴാണ് ഹാർഡ് വർക്കിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു വാല്യൂസ് എന്താണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, അടക്കും ചിട്ടയോടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോടെ ജീവിക്കുന്നതിന്റെ പ്രാധാന്യം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ഇനിയുള്ള തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ എക്കാലത്തും അങ്ങനെയായിരിക്കും എന്നല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങൾക്കാണ് ഒരു വിജയം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും ഉണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ആ ഒരു നിങ്ങൾ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴൊക്കെ ഉള്ളതല്ല, അത് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, സത്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഓണസ്റ്റ് ആയിട്ട് ജീവിക്കുന്നതിന്റെ ഗുണം എന്താണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയിക്കുന്നതിന് വേണ്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുന്നു. അപ്പോൾ ചിലപ്പം നിങ്ങൾ വളരെ ഓണസ്റ്റ്, നാച്ചുറലി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും, ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, നേരായ വഴി കൂടെ മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള താല്പര്യമുള്ള ആളായിരിക്കും നിങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് മൊത്തം നിങ്ങൾ ആയിരിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ളവർ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിലൂടെ ലോകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് നിങ്ങളുടെ ആ ലൈഫ് സ്റ്റൈലിലൂടെ, നിങ്ങളുടെ ഈ ഒരു പോളിസീസ് നിങ്ങൾ ഫോളോ ജീവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ അത് മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ തന്നെ ജീവിക്കണം എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന ഒരു പോസിറ്റീവ്, നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ അത്രയും പറഞ്ഞ്, നിങ്ങൾക്ക് അത്ര അടുപ്പുള്ള ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക, ഒരു ഷോർട്ട് കട്ടിലൂടെ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾ അത് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുകയും ഒക്കെ ഉണ്ടായി. ചിലപ്പോൾ അതുവരെ ആ പോയിന്റ് വരെ നിങ്ങൾ എല്ലാം നേരായ വഴി കൂടെ മാത്രം ചെയ്യുന്ന ഒരാളായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി വന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഓക്കെ എന്നാൽ ഷോർട്ട് കട്ടിലൂടെ ചെയ്യാൻ, എല്ലാവരും ചെയ്യുന്നതാണല്ലോ, കുഴപ്പമില്ല വെച്ചിട്ട് ചെയ്തതുണ്ടാവുക. പക്ഷെ അത് നിങ്ങൾക്ക് വിനയായി തീരാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ആ പാഠം പഠിച്ചിട്ടുണ്ട്. എന്ത്, എത്ര കഷ്ടപ്പെട്ടാലും എത്ര സമയം എടുത്താലും നേരായ വഴി കൂടെ മാത്രം കാര്യങ്ങൾ ചെയ്യുക, അതാണ് എന്നെന്നും നിലനിൽക്കുള്ളൂ. അല്ലാത്തത് കൈവിട്ട് പോകും, അല്ലെങ്കിൽ അല്ലാത്തതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ എത്ര ഉയർച്ച ഉണ്ടായാലും എത്ര പവർഫുൾ പൊസിഷനിൽ എത്തിയാലും അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ തന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ അത്തരം ഒരു പവർഫുൾ പൊസിഷനിൽ, ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് ഒരു വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ആ പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും ഒരുപാട് പേരെ, അല്ലെ? അപ്പൊ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട്, വളരെ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട്, വളരെ ഒരു നല്ല പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് വേണം മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിന്റെ ഒരു ഗുണം നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഒക്കെ പ്രാധാന്യം, പണത്തിന്റെ പ്രാധാന്യം, നേരായ വഴി കൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണുന്ന വേറൊരു കാര്യമാണ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. ഓക്കെ, clarify the page of chaos.
പണത്തിനെ കുറിച്ചോർത്ത് നിങ്ങൾ എന്തായാലും ജീവിതത്തിന്റെ ഒരു പോയിന്റ് വരെ ഒരുപാട് ടെൻസ്ഡ് ആവുന്നതായിട്ട് കാണുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, ആ ഒരു അങ്ങനെ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സാമ്പത്തിക നില ഉയർത്തിക്കൊണ്ട് വരുന്നതിനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരു റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെയുള്ള ഒരു എന്താ പറയണ്ടേ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നു. അവിടെ നിങ്ങൾക്ക് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ആ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ പുറത്തു വരിക എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഉയർച്ച, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ തുടക്കം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഒരു എന്താ പറയാ മാറ്റം, കാര്യമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് തന്നെ ആ ഒരു തീരുമാനമാണ്. നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ സംരംഭം നിങ്ങൾ തുടങ്ങുന്നതിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. ഓക്കെ, ആ ഒരു സ്റ്റക്ക് എനർജി, അതായത് നിങ്ങളുടെ തന്നെ നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഭയപ്പെട്ട് നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയിലായി നിന്നത് നിങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ ധൈര്യം സംഭരിച്ചിട്ടാണ്, നിങ്ങളുടെ തന്നെ ഒരു ആത്മവിശ്വാസം, നിങ്ങളുടെ കഴിവിലുള്ള ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഓരോ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ ഈ ജന്മം വിധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പാടിന്റെ വില എന്താണെന്നുള്ളതും ആ ഒരു നമ്മൾക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടാകുന്നതിന്റെ പ്രാധാന്യം ഓക്കെ എന്താണെന്നുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ ആ ഈശ്വരനെ വിശ്വസിച്ച് നമ്മൾ ആ റിസ്ക് എടുക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു എന്താ പറയാ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആകുകയും അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ അവസരങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന്. ആ ലൈഫ് സ്റ്റോറി നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് അതിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് അവരിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അവരെ എൻകറേജ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അവരുടെ ലക്ഷ്യങ്ങളെ പിന്നാലെ പോകുന്നതിനും അത് നേടിയെടുക്കുന്നതിനും നിങ്ങളുടെ ഈ ഒരു സ്റ്റോറി, നിങ്ങളുടെ ലൈഫ് സ്റ്റോറി അവരൊരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ആ ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മാജിക്കലി നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ തനിയെ പുറത്തു കടക്കല്ല, നിങ്ങൾ തന്നെയാണ് അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ഷൻസ് എടുക്കുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള സംരംഭം എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഐഡിയാസ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ധൈര്യം സംഭരിച്ചു, കാരണം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ധൈര്യം സംഭരിച്ച് ആ ഒരു സംരംഭത്തിനായിട്ട് അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കുകയും അങ്ങനെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച്. ഓക്കെ, അതെന്തിനാ വെച്ചാൽ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഇതെല്ലാം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ നറേഷൻ ആണ് എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകുന്നതിന്, ജീവിതത്തിൽ ഉയർച്ച വേണമെങ്കിൽ അത് നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞ് അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നുണ്ട് എന്ന് കാണുന്നു. ആ ഒരു പ്രശ്നങ്ങൾ, ഈ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് നറേഷൻ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സമയം എടുക്കുമായിരിക്കും, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി പുറത്ത് കടക്കുന്നുണ്ട്, നിങ്ങൾ ഹീൽഡ് ആകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ചിലപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് നറേഷൻസും ഇൻസെക്യൂരിറ്റീസും ഒക്കെ ചിലപ്പം ഒരുപാട് കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ്, നിങ്ങൾ വിടാതെ പിന്തുടരുന്ന എനർജീസ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ മിക്കതും റീലൊക്കേറ്റ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട്
അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് അത് എവിടെയാണ് സംഭവിക്കുന്നത് അവിടെ നിങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് ഒന്നുകിൽ നിങ്ങൾ തന്നെ റീലൊക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ അങ്ങനെ അത് അപ്പൊ ഒരു എന്തായാലും നിങ്ങൾ എവിടെയാണോ ജനിച്ചു വളരുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റ് ഞാൻ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല നടക്കുക. എപ്പോഴും അത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാം ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും അതിങ്ങനെ ഇന്ന രീതിയിലാണ് സംഭവിക്കുക എന്നുള്ളത്. നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങൾക്ക്, പക്ഷെ അത് നടക്കുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നടക്കുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് വളരെ നിരാശ ഉണ്ടാകുകയും പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ലൈഫിൽ പിന്നീട് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ഇതൊരു പാറ്റേൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഫോളോ അതായത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അത് സംഭവം എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങളുടെ ഡെസ്റ്റിനി എങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. എപ്പോഴും നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് വരുന്നത് എന്ന് കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ ലവേഴ്സ് കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. ഏതൊരു കാര്യത്തിലും നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് അവൈലബിൾ ആയിരിക്കും എന്നുകൂടെ കാണുന്നു. ഈ ഒരു ജന്മത്തില് ഒരു കാര്യം ജസ്റ്റ് വൺ ഒരു ഓപ്ഷൻ അല്ല. ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഈശ്വരൻ അവസരങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സസ് തരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ജന്മത്തിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് അലൈൻഡ് ആയി നിൽക്കുന്ന ചോയ്സസ് ഓപ്ഷൻസ് അതുമായിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. എല്ലാത്തിലും നിങ്ങൾക്ക് ഈശ്വരൻ ഇങ്ങനെ അവസരങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല എന്നിരിക്കട്ടെ, പക്ഷെ ഈശ്വരൻ അത് പിന്നീട് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു അവസരം അവിടെ തരുന്നതായിട്ടും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നും കൂടെ കാണുന്നു. അപ്പൊ അത് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ജന്മത്തിന്റെ പ്രത്യേകതയും കൂടെയാണത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓവർ തിങ്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും. എന്ത് കാര്യത്തിനും ഓവർ തിങ്ക് ചെയ്യാന്നുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഏതൊരു കാര്യത്തിനെ കുറിച്ചാണോ ടെൻഷൻ അടിക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ ഓക്കെ നിങ്ങളെ വളരെ എക്സൈറ്റഡ് ആക്കിക്കൊണ്ട് ആണ് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടക്കുമ്പോൾ വെറുതെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചു എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക. എന്തിനാ ഇത്ര നാൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചത്, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് എന്ത് രസമായിട്ട് അപ്പൊ നടന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത എന്താ പറയാ ബന്ധങ്ങളിൽ ആളുകളോടൊക്കെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് വരാം. അത് ഈ ഒരു ജന്മത്തിൽ ഒരു അനദർ ഒരു പാറ്റേൺ ആണ് നിങ്ങളുടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു വട്ടം അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യത്തിനെ കുറിച്ചാണ് ആലോചിച്ചാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത്, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തൊരു കാര്യം ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് ഒരു സർപ്രൈസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാം. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല, പക്ഷെ അതിനേക്കാളും നല്ല രീതിയിലായിരിക്കും, മികച്ച രീതിയിലായിരിക്കും. ഓക്കെ, പിന്നെ ഒരുപാട് എന്താ പറയാ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫിൽട്ടറിങ് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താ പറയാ ഒരുപാട് ബന്ധങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അത് പ്രധാനമായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തില് ശരിക്കും പറയാന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നതായിട്ട് കാണുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഒട്ടും അത് അതേപോലെ തിരിച്ചെടുക്കാത്ത വ്യക്തികളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുകയും അങ്ങനെ നിങ്ങൾ ബന്ധങ്ങൾ ഒരുപാട് ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിന് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഒരു വിഷമം ഉണ്ടാകുമെങ്കിലും അത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങളൊരു സംരംഭം തുടങ്ങുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുന്നത്, വളരെ വലിയ മാറ്റം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ റീസൺ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കിനി ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് എന്ന് പറയുന്നത് ഈ റീഡിംഗ് ഈ ഒരു ഫയൽ നിങ്ങളുടെ തന്നെയാണോ എന്ന് നിങ്ങൾക്കൊരു എക്സ്ട്രാ കൺഫർമേഷൻ തരുന്നതിനാണ് കേട്ടോ. അപ്പൊ നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫയൽ നിങ്ങൾക്കുള്ളത് തന്നെയാണ്.
ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോ രണ്ട് സീസൺസ് കിട്ടിയിട്ടുള്ളത്, ഒന്ന് വിന്റർ സീസണും ഒന്ന് സ്പ്രിംഗ് സീസണും ആണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട സീസൺ ആയിരിക്കും. ആ ഒരു സീസൺ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതായത് ആ ഒരു സീസൺ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുക, ഒരു പോസിറ്റീവ് എനർജിയിലായിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന സീസണുകളിൽ, അതായത് ഒന്നില്ലെങ്കിൽ വസന്തകാലത്തിലായിരിക്കും മഞ്ഞുകാലത്തിലാവും സംഭവിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ ലക്കി ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു സീസൺ ഈ പറയുന്ന വിന്റർ അല്ലെങ്കിൽ സ്പ്രിംഗ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആൽഫബറ്റ് ഒരെണ്ണാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒറ്റ ആൽഫബറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. കാർഡ്സ് ഒന്നും നിലത്ത് വീണിട്ടില്ലല്ലോ എന്ന് ഉറപ്പുവരുത്താണ്. ലെറ്റർ എം ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽ ഏതെങ്കിലും എം ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഈ പറയുന്ന ലെറ്റർ എം ഉണ്ടാകാം. ജനന തീയതി എന്ന് പറയുന്നത് 3/5/15/23. ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. ജനന മാസം എന്ന് പറയുന്നത് ജാനുവരി, മാർച്ച്, ജൂൺ, ഡിസംബർ. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ടോറസ്, ലിയോ, ലിബ്ര പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ, മൂൺ, റൈസിംഗിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. എന്താ 1 എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പൊ നിങ്ങൾ ഇനി ഗ്രൂപ്പ് 1 ആയിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാണുക. ഓക്കെ, ഇനി ഗ്രൂപ്പ് 1 എന്നുള്ളവര് ഇവിടെ ഗ്രൂപ്പ് 2ലേക്ക് ഒരു കൺഫ്യൂഷന്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ കണക്ഷൻ. അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജസ് ഇവിടെയും ഉണ്ടായിരുന്നുണ്ട് എന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിന് മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രീ റെക്കോർഡഡ് സെഷൻ അല്ലെങ്കിൽ ലൈവ് സെഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, ആഴ്ചതോറും വളരെ ആകർഷകമായിട്ടുള്ള ഓഫേഴ്സ് നമ്മൾ പേഴ്സണൽ ടാറോ റീഡിങ്ങിന് നൽകുന്നുണ്ട്. ഈ ഓഫറുകൾ ഒന്നും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുക. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മിസ്സാവാതെ അത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബെനിഫിറ്റിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ജന്മത്തില് എത്തരത്തിലുള്ള ജീവിതമാണ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. ഈ ജന്മത്തില് എത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ഗ്രൂപ്പ് 3ക്ക് വിധിച്ചിട്ടുള്ളത്. Okay, Knight of Cups. അതായത് ഒരു നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, ലൈഫിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ഒരുപാട് ഇമാജിനേഷൻസ് ഒക്കെ, അതായത് നിങ്ങൾക്ക് റിയാലിറ്റി ചെക്ക് നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ജന്മത്തിൽ സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ലൈഫ് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ലോകം ഇങ്ങനെയാണ് എന്നൊരു എക്സ്പെക്ടേഷനോട് കൂടെ കുറച്ച് ഒരു നിങ്ങളുടേതായ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു എനർജിയെ കാണുന്നു. ഓക്കെ, അത് ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടായിരുന്നിരിക്കണം. ചിലപ്പോൾ ലൈഫിൽ ഓൾറെഡി ആ ഘട്ടം കടന്നു പോയതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അങ്ങനെ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു റിയാലിറ്റി ചെക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതിലൂടെ നിങ്ങൾ എന്തുണ്ടാവുകയാണ്, നിങ്ങൾ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരണം. അതായത് എന്താ പറയാ, ചിലപ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണ് എന്നുള്ള ഒരു ചിന്ത, എല്ലാവരും ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകൾ നിങ്ങളെ അത് തിരിച്ചറിയും, അപ്പൊ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ നന്മ കാണും എന്നുള്ള ഒരു പ്രതീക്ഷ. ഓക്കെ, ആ ഒരു അങ്ങനത്തെ നല്ല നല്ല ആളുകളാണ് ചുറ്റുമുള്ളത്, നന്മ എല്ലാവരിലും ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഒരു അതും ഒരു ഇമാജിനേഷൻ. ഓക്കെ, അങ്ങനെ കാണാം നമുക്ക്.
അങ്ങനെയൊക്കെ വിശ്വസിച്ചാണ് നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് അങ്ങനെയല്ലാത്ത ആളുകളും ഉണ്ട്. ഓക്കെ. അതായത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് വില കൊടുക്കാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ നന്മ തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളുണ്ട്, നന്മ ഇല്ലാത്ത ആളുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ. അപ്പം കുറെ നാള് എന്താ പറയാ, യാഥാർത്ഥ്യത്തിൽ നിന്ന് നിങ്ങളുടെ ഒരു ശ്രദ്ധ തിരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ച മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആയിരുന്നത് എന്ന് കാണുന്നു. അല്ലെങ്കിൽ അങ്ങനെ ആകും എങ്കിലും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യമാക്കുകയും അത് നിങ്ങളെ കൂടുതൽ ഒരു പക്വതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അവിടെ നിന്നാണ് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സ്റ്റെബിലിറ്റി നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥിരത, കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരത നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ജന്മം നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഒരു ജന്മമാണ് കേട്ടോ. നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അങ്ങനെ വളരെ മീനിങ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഏതൊരവസരത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഈ ജന്മം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിധിയുണ്ട്. നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു വിധിയുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള നിങ്ങളുടെ സൗഹൃദങ്ങളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്തുന്നത്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും അവരുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്ന് കാണുന്നു. പിന്നെ പെട്ടെന്ന് ജീവിതത്തിലെ കാര്യങ്ങൾ മാറി മറിയുന്നത് ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതായത് ഒട്ടും പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ, പ്രതീക്ഷിക്കുന്നതിനും വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുക, വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കുക, ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ജന്മം കൂടുതലായിരിക്കും. ഓക്കെ. ഒക്കെ ഒരു ലൈറ്റ്നിങ് സ്പീഡിൽ സംഭവിക്കുന്ന ഒരു എനർജി. പിന്നെ മാത്രമല്ല ലൈഫിൽ നിങ്ങൾ ഒരു പരിധി വരെ, ഒരു പോയിന്റ് വരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വളരെയധികം ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ജീവിതത്തിൽ വരണമെങ്കിൽ അത് ഏത് തരത്തിലാണോ യൂണിവേഴ്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് നമ്മൾ അനുവദിക്കുകയാണ് വേണ്ടത്. നമ്മളങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കുകയും അങ്ങനെ നിങ്ങൾ വളരെയധികം യൂണിവേഴ്സിനോട് ഇങ്ങനെ സറണ്ടർ ആകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാത്തിരുന്ന നല്ല നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നു. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പോയിന്റ് വരെ എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ തന്നെ നടക്കണം, ഇങ്ങനെ തന്നെ നടക്കണം, ഇന്ന പോലെ തന്നെ നടക്കണം, നടന്നില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യം, ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾ തിരിച്ചറിയാണ് ഇങ്ങനെയല്ല. ഓക്കെ. ഈ ലോകം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയല്ല. പലപ്പോഴും ഞാൻ എന്താഗ്രഹിക്കുന്നോ ചിലപ്പോൾ എനിക്ക് നല്ലതാകണം എന്ന് നിർബന്ധമില്ല. അത് എപ്പോഴാണോ യൂണിവേഴ്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുള്ളൂ. ഏത് തരത്തിലാണോ കൊണ്ടുവരുന്നത് അപ്പോഴാണ് അതെനിക്ക് നല്ലതാകുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അനുഭവങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ലൈറ്റ് വെയിറ്റ് എനർജി നിങ്ങളുടെ ലൈഫിൽ പിന്നീട് അങ്ങോട്ട് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ. നിങ്ങൾ എങ്ങനെയാണ് ജീവിതം വരുന്നത് പോലെ ജീവിതത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ആയിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നതോടെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങള്, അതുപോലെ നല്ല നല്ല കാര്യങ്ങള്, ഒരുപാട് ഗുഡ് ന്യൂസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് വലിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊട്ട് പ്രതീക്ഷിക്കാത്ത വലിയൊരു ചടങ്ങിന്റെ ഭാഗമാകാനൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത വലിയൊരു അവസരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളായി ശ്രമിച്ചുകൊണ്ട് പഠിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളെ ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, നാച്ചുറൽ അല്ല, നിങ്ങൾ അത് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു പുതിയ സ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നു. പുതിയ സ്കിൽസ് നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾ ഏതൊരു സ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത് എത്ര സമയം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൂടെ പോകുന്നത് എന്തിനാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സമയം വേസ്റ്റ് ചെയ്യണത് എന്ന്. പക്ഷെ പിന്നീട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു എനർജി, അതായത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ പല സമയങ്ങളിലും
ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന പല സ്കിൽസ്, ഓക്കെ, പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗൈഡൻസ്. ഓക്കെ, കാരണം അത് നിങ്ങളപ്പോൾ പഠിക്കുമ്പോഴാണ് അത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതിന് അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ തോന്നിയാലും ആ അവസരത്തിന് നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, അത് ഈ ജന്മത്തിൽ അങ്ങനെയാണ്. അഡ്വാൻസ് ആയിട്ട് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു ടെൻഡൻസി യൂണിവേഴ്സിനുണ്ട് ഈ ഒരു ജന്മത്തിൽ പ്രത്യേകിച്ച്. നിങ്ങൾ ഓരോ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജന്മം നേടിയെടുക്കുന്നത് നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെയാണ്. ഓക്കെ, അല്ലാതെ വെറുതെ ലക്കിന് കിട്ടുന്ന ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടും നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങൾ എത്രത്തോളം അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നത്. അപ്പൊ അവിടെ വെറുതെ ഇരുന്ന് നേടുകയല്ല. ഓക്കെ, ആ നേടുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രമിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പരിശ്രമത്തിന്റെ ആ ഒരു മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒരു എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതായത് വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുക. ഇപ്പോൾ എവിടെയാണോ, ഏത് മൊമെന്റിലാണോ ആ മൊമെന്റിലായിരിക്കുക. ആ മൊമെന്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ വയസ്സിന് കൂടുതൽ പക്വത കാണിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും നിങ്ങളുടെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എനർജി ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഫ്ലോ അനുസരിച്ച് അത് വേണ്ടതാണ്. അപ്പോൾ വയസ്സിന് കൂടുതൽ പക്വത കാണിക്കുക, വളരെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറാൻ പറ്റുക, അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയുക കഴിവ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗുണം ഞാൻ നിങ്ങളിൽ കാണുന്നു. അത് നിങ്ങളുടെ ലൈഫിന്റെ ജേർണിയുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താ പറയണ്ടേ, ഇതുപോലെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ഡെഡിക്കേഷൻ്റെയും ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സ്റ്റെബിലിറ്റി വരുന്നത്. ഫൈനാൻഷ്യലിയും കരിയറിലും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി വരുന്നത്, ആ ഗ്രോത്ത് വരുന്നത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ഷോർട്ട് കട്ടിലൂടെ കൊണ്ട് കിട്ടുന്നതൊന്നുമല്ല. നേരായ വഴിക്കാണ് പോകുന്നത്. ചിലപ്പോൾ അത് സമയം എടുക്കാം, പക്ഷേ നിങ്ങൾക്ക് നേരായ വഴി കൂടെ പോകുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ വളരെ സംതൃപ്തി അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ പരിശ്രമിക്കുന്നവരെ നിങ്ങൾക്ക് കൃത്യമായി ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ ഒരു രീതി ഈ ജന്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലും ന്യായവും നീതിയും നോക്കുക. ഓക്കെ, അത് വിട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങളെ ന്യായം, നീതി ഇത് കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. കാരണം നിങ്ങളുടെ ഒരു വിശ്വാസമാണ് എന്ത്, അങ്ങനെ ചെയ്യുന്നത് നേരായ മാർഗത്തിലൂടെ പോകുമ്പോഴാണ് അതിന് ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, വളഞ്ഞ മാർഗത്തിലൂടെ പോകുമ്പോൾ അപ്പോൾ ഗുണം ഉണ്ടാകുമെങ്കിലും ഭാവിയിൽ അതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ ആ ചെയ്തതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പ്രിൻസിപ്പിളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്ന് കാണുന്നു. ആ ഒരു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ എപ്പോഴും ഒരു സ്വസ്ഥമായ ഒരു ജീവിതമായിരിക്കും. കാരണം നിങ്ങൾ ആരെയും തട്ടിച്ചും വെട്ടിച്ചും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വളരെ സ്വസ്ഥമായിട്ടായിരിക്കും എന്ന് കാണുന്നുണ്ട്. വളരെ ബാലൻസ്ഡ് ആയിരിക്കും എന്ന് കാണുന്നു. നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സൗഹൃദങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിശ്രമിച്ച എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കിട്ടുന്നതിലായിരിക്കാം. പക്ഷെ ആ നഷ്ടങ്ങളെ നികത്തുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് യൂണിവേഴ്സ് നികത്തുന്നത്. ഓക്കെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ആ ഒരു നഷ്ടങ്ങൾ സംഭവിച്ച വേദനയുണ്ടല്ലോ, അതിന്റെ 100 ഇരട്ടി സന്തോഷമാണ് നിങ്ങൾ ആ ഒരു എന്താ പറയാ, യൂണിവേഴ്സ് കൊണ്ടുവരുന്ന അനുഗ്രഹം. യൂണിവേഴ്സ് എങ്ങനെയാണോ നഷ്ടത്തിനെ നികത്തുന്നത്, ആ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് മുൻപും അത് നടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അതിന്റെ സൂചന കിട്ടുന്നതായിട്ട് കാണും. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ് ഈ ജന്മത്തിൽ. ആ ഇൻറ്റ്യൂഷൻ എപ്പോഴും നിങ്ങളെ നേരായ മാർഗത്തിലൂടെയാണ് നയിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്താണ് നിങ്ങൾ ഈ ജന്മം ജീവിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയാ, ഏതൊരു ആഗ്രഹവും നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കുക. ആ ഒരു ഇൻറ്റ്യൂഷനെ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഞാൻ കേൾക്കുന്ന ഒരു പോയിന്റ് തന്നെ മറ്റുള്ളവർ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മറ്റുള്ളവർ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കാം. അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി നിങ്ങൾ മാറ്റുന്നത്.
പലരും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന രീതിയിലാണ് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. അങ്ങനത്തെ ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ജീവിതമായിരിക്കാം ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കുക. വളരെ നല്ല പാർട്ട്ണർഷിപ്പ്, അതായത് എവിടെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ കൂടുതൽ കണ്ടുമുട്ടുന്നത് ഈ ഒരു ജന്മത്തിലായിരിക്കും. എവിടെയും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊരു മേഖലയിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ അതില്, ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, എവിടെയും പാർട്ട്ണർഷിപ്പ്, നിങ്ങളുടെ പങ്കാളി എന്നൊക്കെ പറഞ്ഞ എല്ലാം അവിടൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, ഓക്കെ, അവരൊക്കെ ശരിക്കും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങൾ വളരണം, ഉയരണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതാണ് ഈ ജന്മത്തിൽ. അങ്ങനത്തെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ജീവിക്കാൻ നിങ്ങൾക്ക് വിധിയുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഗൈഡൻസ് എന്താണ്? ആ ആളുകളെ ഉപേക്ഷിക്കണം. ഓക്കെ, ആ ആളുകളെ ഉപേക്ഷിക്കുമ്പോഴാണ് ഈ റൈറ്റ് പീപ്പിൾ എന്ന് പറയുന്ന, ഓക്കെ, നിങ്ങളുടെ മൂല്യം കൃത്യമായി മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ നിങ്ങൾ അവസരം കൊടുക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ നിങ്ങളെ യൂസ് ചെയ്യുന്ന, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളതെങ്കിൽ ഓരോരോ ബന്ധങ്ങൾ അങ്ങനത്തെ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ, ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊലീഗ്സ് ആയിക്കോട്ടെ, ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്താ വെച്ചാൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ട്, അത്രയും കോപ്പറേറ്റീവ് ആയിട്ടുള്ള, അത്രയും എന്താ പറയാ, ഇപ്പൊ നിങ്ങളെ ഒറ്റയ്ക്കാണ് നിങ്ങൾക്ക് ഒരു തോന്നൽ ഇപ്പൊ ഉണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയല്ല നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഗ്രൂപ്പ്, കൊലീഗ്സ്, അതുപോലെ പാർട്ട്ണർ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത്രയും നിങ്ങൾ ഏത് നേരത്തും എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അപ്പം അതിനായിട്ട് തയ്യാറാകുക എന്നും കൂടെ കാണുന്നു. നിങ്ങൾക്ക് ഏതൊരു സമയത്ത് നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴും ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പരിശ്രമിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് സഹായങ്ങൾ വന്നു ചേരും. ഈ ജന്മത്തിന്റെ പ്രത്യേകത അതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ സഹായങ്ങൾ വന്നു ചേരും. പിന്നെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പലരും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന അനുഭവങ്ങള്, കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ജന്മമാണിത്. ഓക്കെ, നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ആ നഷ്ടങ്ങളെ യൂണിവേഴ്സ് വളരെ സുന്ദരമായിട്ടാണ് നികത്തുന്നത്. നിങ്ങൾ പോലെ ഒരുപാട് അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലാണ് ആ നഷ്ടങ്ങളെ യൂണിവേഴ്സ് നികത്തുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള ഒരു ജീവിതമാണ്, വളരെ മനസ്സിന് സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം നയിക്കാനാണ് നിങ്ങൾക്ക് ഈ ജന്മം വിധിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈഫ് ഉണ്ട്, അതാണ് നിങ്ങൾ ഈ ജന്മം ജീവിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് വിധിയുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അപ്പൊ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ബർത്ത് ഡേറ്റ്, ബർത്ത് മന്ത്, സോഡിയാക് സൈൻ, ആൽഫബറ്റ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളതിന്റെ എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, സ്പ്രിംഗ് സീസൺ. ഓക്കെ, സ്പ്രിംഗ് സീസൺ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലം എന്ന് പറയുന്നത് വസന്തകാലം ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നടക്കുന്നത്, പല മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഈ വസന്തകാലത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ജാനുവരി, ഫെബ്രുവരി, ഏപ്രിൽ, നവംബർ ഇതിലേതെങ്കിലും നിങ്ങളുടെ ജന്മമാസമാകാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പേരിലെ ലെറ്റർ N, G അല്ലെങ്കിൽ Z, M, T ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലോ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സാജിറ്റേറിയസ്, പൈസീസ് പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നു.
പിന്നെ ജനന തീയതികൾ എന്ന് പറയുന്നത് 2, 4, 13, 21, 25, 27, 29. ഓക്കെ, ഇതിലേതെങ്കിലുമാണ് നിങ്ങളുടെ ജനന തീയതി ആകാൻ സാധ്യത. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ നിങ്ങളുടെ ലൈഫിനെ പറ്റി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചിന്തകണ്ട ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രീ റെക്കോർഡഡ് സെഷനോ അല്ലെങ്കിൽ ലൈവ് സെഷനോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ആഴ്ചതോറും വളരെ ആകർഷകമായിട്ടുള്ള ഓഫേഴ്സ് പേഴ്സണൽ ടാരോ റീഡിങ്ങിന് ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഓഫേഴ്സ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനും അത് കൃത്യമായി അത് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനും യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമായിരിക്കുക. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.